ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിലാണ് വൈകുന്നേരത്തെ ആയുഷ് ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി പ്രസംഗിക്കേണ്ടി വന്നത്. ജനങ്ങള് തീരുമാനിക്കുന്നതനുസരിച്ചാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് എന്നിനിയെങ്കിലും മനസ്സിലാക്കുക. അഹങ്കാരം എവിടൊക്കെ കാണിച്ചിട്ടുണ്ടോ അതെല്ലാം ജനങ്ങൾ കൂട്ടമായിട്ട് പ്രവർത്തിച്ച് തീർത്തു കൊടുത്തിട്ടുള്ള ചരിത്രമേ ഉള്ളു. ഇനിയിപ്പോൾ ബംഗാളികളെ സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ അതും മറ്റേ അഴിമതി വിശദീകരണ യാത്രയോടുകൂടി തകർത്ത്. ബംഗാളിയൊക്കെ വലിയ നാണക്കേടായി പോയെന്നാണ് പറഞ്ഞത് ആ സംഭവം. അതിനുശേഷം അവരും സഹകരിക്കുന്നില്ല. നമ്മൾ എത്ര 4 ചുവരുകൾക്കുള്ളിൽ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എങ്ങനെങ്കിലുമൊക്കെ ചുവരുകൾക്ക് വിള്ളൽ വീണത് പുറത്തോട്ട് ലീക്കാവുമല്ലേ. നമുക്കിപ്പോൾ നല്ല സമയമാണല്ലോ, അതുകൊണ്ടായിരിക്കും. എന്നാലും ആ സ്റ്റേജിലിരിക്കുന്ന 2-3 പേർക്കും കൂടെ ഇറങ്ങി വന്ന ആ മുൻനിര എങ്കിലും അത് നിറയ്ക്കാനുള്ളവരില്ല. എന്നാലും ഒരു 3-4 കസേരയൊക്കെ ഫില്ല് ചെയ്യായിരുന്നു. എങ്ങനെ സഹിച്ചു മന്ത്രി. മുഖ്യദാസനായിരുന്നെങ്കിൽ പിന്നെ മൈക്കിന്റെ പെടലിയെങ്കിലും കുത്തി ഓടിച്ച്. നമുക്കിപ്പോൾ അതും പറ്റത്തില്ലല്ലോ, നമ്മുടെ പെടലിയെ കംപ്ലൈന്റ്. ഒരു 3-4 ആളും കൂടെ ഒക്കെ എങ്ങനെയാണെങ്കിലും വരേണ്ടതാണല്ലോ. നമ്മുടെ അന്തങ്ങളെ സാധാരണ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ആണെങ്കിലും 5-6 പേരെ കൊണ്ടുവരുന്ന ഇരുത്തുന്നതാണല്ലോ. ആളുകൾക്കെല്ലാം വന്ന് നിങ്ങൾ ഒന്ന് പ്രസംഗിച്ചാൽ കൈയടിക്കാൻ തന്നെ പേടിയാ. ഇനി കൈയടിച്ച ശബ്ദം കേട്ട് ചെവി എങ്ങാനും അടിച്ചു പോയാൽ അതിന് വധശ്രമത്തിന് കേസായില്ലേ നാട്ടുകാരുടെ പേര്.